പെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചോദ്യവുമായാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. മനുഷ്യർ ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഹ്യൂമൻ മെഡിസിൻ പെറ്റ്സിന് ഉപയോഗിക്കാമോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ ഡീറ്റെയിൽഡായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഹ്യൂമൻ മെഡിസിനും വെറ്റിനറി മെഡിസിനും എന്നും രണ്ടാണ്. പക്ഷേ ചില അവസരങ്ങളിലെങ്കിലും ഹ്യൂമൻ മെഡിസിൻ വെറ്റിനറി മെഡിസിനായി പല പെറ്റ് ഓണേഴ്സും യൂസ് ചെയ്യാറുണ്ട്. ഇത് സത്യത്തിൽ ഒരു കാരണവശാലും ചെയ്യുവാൻ പാടുള്ള ഒരു കാര്യമല്ല. കാരണം നമുക്കറിയാം, പെറ്റ്സിൻ്റെ ശരീരഭാരവും ഹ്യൂമൻ ബോഡിയുടെ വെയ്റ്റും രണ്ടാണ്. ഒരു മരുന്നിൻ്റെ ഡോസ് അല്ലെങ്കിൽ അളവ് നിശ്ചയിക്കുന്നത് ബോഡി വെയ്റ്റിൻ്റെ അനുപാതത്തിലാണ്, അല്ലെങ്കിൽ ബോഡി വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു മരുന്നിൻ്റെ ഡോസ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരതമ്യേന ശരീരഭാരം കുറവുള്ള പെറ്റ്സിനും മനുഷ്യനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിലുള്ള മരുന്നിൻ്റെ അളവ് അല്ലെങ്കിൽ ഡോസ് വ്യത്യസ്തമായിരിക്കും. അതാണ് നാം ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം. അതുകൂടാതെ നമുക്കറിയാം, ഒരു മെഡിസിൻ നാം കഴിക്കുമ്പോൾ ആ മെഡിസിൻ നമ്മുടെ ശരീരത്തിനുള്ളിൽ വെച്ച് ചില മെറ്റബോളിക് ചേഞ്ചസിന് വിധേയമായിട്ടാണ് അത് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഡ്രഗിൻ്റെ മെറ്റബോളിക് ആക്ഷൻ അല്ലെങ്കിൽ മെറ്റബോളിസം നമ്മുടെ പെറ്റ്സിലും ഹ്യൂമൻ ബീയിങ്സിലും രണ്ടും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ഹ്യൂമൻ മെഡിസിൻ ഡോഗ്സ് അല്ലെങ്കിൽ ക്യാറ്റ്സിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് വളരെ ആലോചിച്ചിട്ട് വേണം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പല ഹ്യൂമൻ മെഡിസിനുമുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പലപ്പോഴും പെറ്റ്സിന് ദോഷകരമായി അല്ലെങ്കിൽ പെറ്റ്സിന് ടോക്സിക്കായ പല കണ്ടൻറ്റ്സും ഹ്യൂമൻ മെഡിസിനിലുണ്ട്, മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളിലുണ്ട്. ഒരു ഉദാഹരണം ആയി പറയുക എന്ന് നമുക്കൊന്ന് നോക്കിയാൽ, നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളാണ് പാരസിറ്റമോൾ മനുഷ്യരെല്ലാം പനിക്ക് വേദനയ്ക്കും ഒക്കെ കഴിക്കുന്ന ഒരു മരുന്നാണ്. പക്ഷേ പാരസിറ്റമോൾ ക്യാറ്റ്സിന് എന്നും ടോക്സിക്കാണ്. അത് അവകളുടെ മരണത്തിന് പോലും പാരസിറ്റമോൾ പൂച്ചകൾക്ക് ഒരു കാരണവശാലും കൊടുക്കുവാൻ പാടില്ല. പല പെറ്റ് ഓണേഴ്സും ചിലപ്പോൾ ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഫോൺ മുഖേന എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഞങ്ങൾ പാരസിറ്റമോൾ, പല സമയത്തായിരിക്കും ചിലപ്പോൾ ഈ വിളികളൊക്കെ വരുന്നത്. അപ്പോൾ പൂച്ചയ്ക്ക് പനിയാണ്, ഞാൻ ഇത്തിരി പാരസിറ്റമോൾ വീട്ടിലിരിപ്പുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഫെപ്പാനിൽ സിറപ്പുണ്ട്, ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന ചില പെറ്റ് ഓണേഴ്സ്, ക്യാറ്റ് ഓണേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു കാരണവശാലും പൂച്ചകൾക്ക് പാരസിറ്റമോൾ അടങ്ങിയ ടാബ്ലറ്റ്സോ സിറപ്പോ കൊടുക്കാൻ പാടില്ല. കാര്യം ഇത് ചില ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ക്യാറ്റ്സിന്. അത് മാത്രമല്ല, ഇത് ക്യാറ്റ്സിനെ സംബന്ധിച്ച് ഇത് ടോക്സിക്കാണ്. പക്ഷേ എൻ്റെ ഡെത്തിന് പോലും ഇത് കാരണം. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ടോക്സിക് കണ്ടൻസ്, അതായത് ആനിമൽസിന് പറ്റാത്ത ചില ടോക്സിക് കണ്ടൻസ് പക്ഷേ ഹ്യൂമൻ ബീയിങ്സിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കണ്ടൻസ് അടങ്ങിയ മരുന്നുകൾ നമ്മൾ നമ്മുടെ പെറ്റ്സിന് കൊടുത്താൽ അത് ഒരുപക്ഷെ അവയുടെ മരണത്തിന് തന്നെ കാരണമാകാറുണ്ട്. പിന്നെ മറ്റു ചില കാര്യങ്ങൾ, ചില മരുന്നുകൾ ഡോഗ്സിന് അലർജി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, നമുക്കറിയാം ഡൈക്ലോഫിനാക്ക്, ഐബുപ്രൂഫൻ തുടങ്ങിയ മരുന്നുകൾ പലപ്പോഴും ഇവയ്ക്ക് ഗ്യാസ്ട്രൈറ്റിസും മറ്റു രോഗങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള NSAIDs കൊടുത്താൽ നമ്മുടെ പെറ്റ്സിന് മിക്കവാറും ഛർദിൽ, വയറിന് അസുഖങ്ങൾ തുടങ്ങിയ മന്ദത തുടങ്ങിയ പല ലക്ഷണങ്ങളും നാം കാണിക്കാറുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഇത്തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വെറ്റിനറി ആവശ്യത്തിന് അല്ലെങ്കിൽ പെറ്റ്സിൻ്റെ ആരോഗ്യത്തിനോ രോഗത്തിനോ ചികിത്സയ്ക്കായോ ഉപയോഗിക്കാവുന്ന ചില മരുന്നുകളെങ്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ബെനാഡ്രിൽ, ഇത് സാധാരണ ഹ്യൂമൻ ബീയിങ്സിൽ കഫ് സിറപ്പായിട്ടും മറ്റും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഇത് സാധാരണ പെറ്റ്സിന് കൊടുക്കാറുണ്ട്. അലർജി, ഇച്ചിങ് തുടങ്ങിയ അവസ്ഥയിൽ ബെനാഡ്രിൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോഴും ഒരു വെറ്റിനറിയൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം ഇത്തരത്തിൽ ഹ്യൂമൻ ബീയിങ്സിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് നമ്മൾ നമ്മുടെ പെറ്റ്സിന് കൊടുക്കേണ്ടത്. രണ്ടാമതായി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും വയറിളക്കം അല്ലെങ്കിൽ ഡയറിയയ്ക്ക് ഇവിടെ ലോപ്പറാമൈഡ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ഉണ്ട്. ഇത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതേ മെഡിസിൻ നമ്മൾ ഒരു വെറ്റിനറിയൻ്റെ നിർദ്ദേശാനുസരണം അതിൻ്റെ കൃത്യമായ അളവിൽ ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള അളവിൽ നമുക്ക് ഡയറി ഉണ്ടായാലും നമ്മുടെ പെറ്റ്സിന് കൊടുക്കാവുന്നതാണ്.
പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നൊരു ഹ്യൂമൻ മെഡിസിനാണ്, പെറ്റ്സിൽ യൂസ് ചെയ്യുന്നൊരു ഹ്യൂമൻ മെഡിസിനാണ് ഒമിപ്രസോൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആൻറ്റാസിഡ് ഗ്രൂപ്പിൽ പെടുന്ന ഒമിപ്രസോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില ഫ്ലൂയിഡ്സ്, ഇലക്ട്രോലൈറ്റിക് ഫ്ലൂയിഡ്, നമ്മൾ ഗ്ലൂക്കോസ്, ഡെക്സ്ട്രോസ്, ഇതൊക്കെ റിംഗർ ലാക്റ്റേറ്റ്, ഇതൊക്കെ നമ്മൾ സാധാരണ ആനിമൽസിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഹ്യൂമൻ മെഡിസിനിലെ പോലെ തന്നെ നമ്മൾ ആനിമൽസിന് വേണ്ടി ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചില ടോപ്പിക്കൽ പ്രിപ്പറേഷൻസ്, അതായത് പുറമേ പുരട്ടാവുന്ന ചില ലേപനങ്ങൾ ഒക്കെ നമ്മൾ, അതായത് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് അടങ്ങിയിട്ടുള്ള പല ലേപനങ്ങളും നമ്മൾ ഇത്തരത്തിൽ പെറ്റ്സിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ലേപനങ്ങൾ നമ്മൾ എക്സ്റ്റേണൽ യൂസിന് ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ പെറ്റ്സ് നക്കാൻ പാടില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. കാരണം ഇത്തരത്തിലുള്ള കണ്ടൻസ് അതിന് ഉള്ളിലേക്ക് പോയാൽ അതിന് ഡൈജസ്റ്റീവ് ഇഷ്യൂസും ഒരുപക്ഷെ മറ്റ് അലർജിക് റിയാക്ഷൻസിലേക്കൊക്കെ അത് നയിക്കാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് ടോപ്പിക്കൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പുറമേ പുരട്ടുന്ന മരുന്നുകൾ, എക്സാമ്പിൾ നമ്മുടെ ബെറ്റനസോൾ, സോഫ്രമൈസിൻ സ്കിൻ ഓയിൻമെൻറ്റ്, ഇതൊക്കെ സാധാരണ പെറ്റ്സിന് യൂസ് ചെയ്യുന്ന. അപ്പോൾ ഇതൊക്കെ നമ്മൾ പുറമേ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പെറ്റ്സ് ഇത് നക്കാതിരിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നാം പറയേണ്ടത്, ഏതൊരു ഹ്യൂമൻ മെഡിസിനും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കൃത്യമായി ഒരു വെറ്റിനറി സർജൻ്റെ മേൽനോട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിൽ, അതിൻ്റെ ബോഡി വെയ്റ്റും ആനിമലിൻ്റെ കണ്ടീഷനും അനുസരിച്ച് മാത്രമായിരിക്കും നാം ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. എപ്പോഴും ഒരു വെറ്റിനറി മെഡിസിൻ തന്നെ ആയിരിക്കും ഹ്യൂമൻ മെഡിസിനേക്കാൾ ഏറ്റവും നല്ലതായി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇൻ്റർനെറ്റിലും മറ്റും പല ഓണേഴ്സും പല ട്രീറ്റ്മെൻറ്റും നൽകി വരാറുണ്ട്. ഒരിക്കലും നമ്മൾ ഒരു പരിധിക്കപ്പുറം എന്നല്ല, ഒരു കാരണവശാലും നമ്മൾ ഇൻ്റർനെറ്റ് ട്രീറ്റ്മെൻറ്റിൽ ഡിപ്പെൻഡ് ചെയ്ത് പോയാൽ അത് നമ്മുടെ പെറ്റിൻ്റെ ആരോഗ്യത്തിന് വളരെ ദോഷകരമായി, നമ്മുടെ പെറ്റിനെ തന്നെ നമുക്കില്ലാതാവുന്ന അവസ്ഥ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു വെറ്റിനറിയൻ്റെ അഡ്വൈസ്, വെറ്റിനറിയൻ്റെ ഒരു പ്രസൻസ്, ഒരു വെറ്റിനറിയൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പെറ്റ്സിനെ നമ്മൾ ഇത്തരത്തിലുള്ള ഹ്യൂമൻ മെഡിസിൻ നൽകി ട്രീറ്റ് ചെയ്യാവുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.